സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വർണ്ണകൂടാരം പദ്ധതി ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്കുള്ള ആവിഷ്കാരയിടം, ഭാഷയും ഗണിതവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഭാഷായിടവും, ഗണിതയിടവും, വരയിലുള്ള കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വരയിടം, കരകൗശലയിടം, ശാസ്ത്രീയിടം എന്നിങ്ങനെ വിവിധ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾക്കുള്ള 13 ഇടങ്ങളാണ് ക്ലാസ് റൂമിനകത്തും പുറത്തുമായി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പ്രധാനാധ്യാപിക നിത്യ ആർ നായർ സ്വാഗതം ആശംസിച്ചു. കുട്ടികൾക്ക് പ്രവർത്തിച്ച് പഠിക്കുന്നതിന് വേണ്ടി 13 ഇടങ്ങളാണ് വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വർണ്ണക്കൂടാരം പദ്ധതി നമ്മുടെ വിദ്യാലയത്തിൽ ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ കുട്ടികളുടെ പഠനം കൂടുതൽ സമഗ്രമാകും, കൂടുതൽ രസപ്രദമാകും. കൂടാതെ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം എന്ന് പറയുന്നത്. നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്. ഈ പദ്ധതിയിലേക്ക് ഈ സ്വാഗതത്തോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും കൂടി അർപ്പിക്കുന്നു. മുൻ ഹെഡ് മാസ്റ്റർ KH സൈനുദ്ദീൻ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി സർവശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ നമ്മുടെ സ്കൂളിലേക്ക് വർണ്ണക്കൂടാരം പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചെങ്കിലും പലവിധ തടസ്സങ്ങൾ കൊണ്ട് സർക്കാരിന്റെ അനുമതി കൃത്യമായി നേരെ സമയത്ത് കിട്ടാത്തത് കൊണ്ട് അല്പം താമസിച്ചു പോയി. എന്നാലും വളരെ സന്തോഷമേ ഉള്ളൂ. വളരെ ഭംഗിയായ രീതിയിൽ ഒരു 2 മാസം കൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിന്റെ മുഖച്ഛായ മാറുന്ന വലിയൊരു പാർക്കായിട്ട് മാറ്റാൻ കഴിയുന്ന പദ്ധതിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും കളിച്ചും രസിച്ചും പഠിക്കാവുന്ന ഈ പദ്ധതി ഇവിടെ നടപ്പിലാകുന്നതിനുള്ള ഉദ്ഘാടന കർമ്മമാണ് നടത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് വർണ്ണക്കൂടാരം പദ്ധതി 440 സ്കൂളുകളിലായി 44 കോടി രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി സംസ്ഥാനത്തെമ്പാടും നടപ്പിലാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മാറ്റങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അനവധി വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളത്. വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. മികവാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഈ സർക്കാർ വിദ്യാലയം പദ്ധതി പൂർത്തീകരണത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈടെക് വിദ്യാലയമായി മാറും എന്നുള്ളതിൽ സംതൃപ്തരാണ് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും രക്ഷകർത്താക്കളും കുട്ടികളും. പ്രദേശവാസികളും പങ്കെടുത്തു. ക്ലസ്റ്റർ കോർഡിനേറ്റർ ആസിയ സാദത്ത്, അജിത, SMC ചെയർപേഴ്സൺ അഞ്ജു വിപിൻ, ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് CN സനിൽകുമാർ, മുൻ SMC ചെയർമാൻ റഷീദ് കവലക്കൽ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ പരീത് കോട്ടയിൽ, ചെറുവട്ടൂർ നാരായണൻ, സലീം അമ്പാടത്ത്, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ഷിഹാബ് പറത്താഴം, പൂർവ്വ വിദ്യാർത്ഥിയും ദേശീയ അവാർഡ് ജേതാവും ശില്പിയുമായ രവീന്ദ്രൻ ചങ്ങനാട്ട്, PTA വൈസ് പ്രസിഡന്റ് ബഷീർ TS, മാതൃസംഘം ചെയർപേഴ്സൺ അജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.